കൽപ്പന ചാവള പുനർജന്മം എടുത്തു. സുരേഷ് ഗോപിയോട് വന്ന് ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ സുരേഷ് ഗോപി പറയുന്ന മറുപടി എന്താണെന്നറിയോ? അത് സ്ത്രീകളുടെ കാര്യമാണ്, അവര് നോക്കിക്കോളും, നമ്മൾ അതിൽ ഇടപെടണ്ട. അതില്ല അതിനകത്ത്. ഈ കൈയുടെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. സൂര്യൻ കുംഭൻ രാശി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിയുടെ അധിപതി കുംഭത്തിൽ നിന്നിട്ട് കർക്കിടകൻ രാശിയുടെ അധിപതി ചിങ്ങൻ രാശി നിന്നിട്ട് സമസപ്തമത്തിൽ നോക്കിയിട്ട് ഒരു വിശേഷ യോഗത്തിലാണ് ഈ ജ്യോതിഷപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. അതൊന്ന് പറയാം, അബാക് മീഡിയയിൽ കുറേയധികം എനർജീസ് ഉണ്ട് കേട്ടോ. കാര്യം ഇവിടെ വരുന്നില്ല, അല്ല ഉള്ള കാര്യം നമുക്ക് പറയണം. ഭയങ്കര പോസിറ്റീവ് എനർജീസ് ഉള്ള ഒരു സ്റ്റുഡിയോ ആണ് അബാക് മീഡിയ. ആ പൊങ്കാല നടക്കുമ്പോൾ അത്രയ്ക്ക് എനർജിയാണ് അത്. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും. ഒന്ന് ആർക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. ഈ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, കലത്തിൽ നിന്ന് കിഴക്കോട്ടേക്ക് കലം ചലിച്ചു വരും. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ദൈവം എന്ന് പറയുന്ന ശക്തിക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്കില്ല. ഇപ്പൊ സൂര്യൻ ഉദിക്കണതെല്ലാം കിഴക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഉത്തരായന കാലത്ത് ഉദിക്കുന്നത് വടക്ക് വശത്തും ദക്ഷിണായന കാലത്ത് തെക്ക് വശത്തുമായിരിക്കും. കിഴക്കെന്ന് നമ്മൾ പറയും, പക്ഷെ അതൊരു സ്ഥിരമല്ല. പണ്ടത്തെ ഋഷീശ്വരന്മാർ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഫിസിക്സ് എന്നുള്ള വാക്കോ ഊർജ്ജതന്ത്രം എന്നുള്ള വാക്ക് വന്ന 200, 300, 400 വർഷങ്ങളാണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇതാണ് പ്രപഞ്ച നിയമം എന്ന് ഭാരതം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും. രോഹിത്താണോ? കടക്കൽ തിരുവാതിരയ്ക്ക് പുഷ്പനെ അറിയാമോ പാടിയാൽ നിനക്കെന്താ പ്രശ്നം? ചേട്ടാ, കടക്കൽ തിരുവാതിരയ്ക്ക് പുഷ്പം നമ്മുടെ പുരാണങ്ങളിലെല്ലാം ബഹിരാകാശത്തെ പറ്റി അവിടുത്തെ ഗ്രഹങ്ങളെ പറ്റി പറയുന്നുണ്ട്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീനിവാസ് പൈ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഈ സത്യത്തിലേ ഒരുപാട് വീഡിയോകൾ ശ്രീനിവാസ പൈ സാറിന്റെ വൈറലായെങ്കിലും തുടങ്ങിയത് നമ്മൾ രണ്ടുപേരും കൂടെ. ഞാൻ ശ്രീനിവാസ പൈ സാറിനെ പരിചയപ്പെടുന്നത് അബാക് മീഡിയയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ഇപ്പോഴും അത് തന്നെ. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അക്ഷരത്തെറ്റുണ്ടെങ്കിൽ എനിക്ക് ആദ്യം വിളിച്ച് പറയുന്ന ആൾ, ഞാനത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ഷൂട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് ആദ്യം മെസ്സേജ് വരിക സാറിൻ്റെ ആയിരിക്കും. എനിക്ക് പൊതുവേ ഈ കോൺടാക്റ്റുകൾ സേവ് ചെയ്യുന്ന സ്വഭാവം ഇല്ല. ഞാൻ അത്രയും ഒരു ആത്മബന്ധം വന്നാൽ മാത്രമേ ഞാൻ നമ്പർ സേവ് ചെയ്യാറുള്ളൂ. പക്ഷേ എന്തോ ഒരു 2, 3 മെസ്സേജ് വന്നപ്പോൾ ഞാൻ നമ്പർ സേവ് ചെയ്തിട്ടു. അതിനുശേഷമാണ് ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു എന്നും ബാങ്കിങ് സേവനങ്ങളെ കുറിച്ച് നമുക്ക് ഒരു വീഡിയോ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് പേർക്ക് വഴികാട്ടിയായി മാറാൻ ശ്രീനിവാസ പൈ സാറിന് സാധിച്ചു. ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. സാറിനുള്ള സന്തോഷത്തേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് അതിനകത്ത് സന്തോഷമുണ്ട്. കാരണം അബാക് മീഡിയയുടെ വാട്സപ്പ് ഗ്രൂപ്പിലടക്കം സജീവമായി ഇടപെടുകയും അതിനും അപ്പുറത്തേക്ക് പൈസ എന്ന് പറയുന്ന ഒരു ലക്ഷ്യമില്ലാതെ അങ്ങ് പറയുന്നത് അതിൻ്റെ പല കാര്യങ്ങളാണ്. അത് ഞാൻ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എല്ലാവരും നന്മയോടെ ഇരിക്കണം, നന്നായിരിക്കണം. അതിനുപരി നമ്മളും നമ്മുടെ സ്ഥാപനവും വളരണമെന്ന് ആഗ്രഹിക്കുന്ന, ഓഫീസിലേക്ക് വരുമ്പോൾ കയ്യിലൊരു മിഠായി എങ്കിലും കരുതുന്ന ഒരാൾ എന്ന നിലയിൽ. അപ്പോ ഈ സ്പിരിച്വൽ ടോക്കിൽ നമ്മൾ തമ്മിൽ ഇരുന്നിട്ടില്ല. ഇന്നും അവിചാരിതമായിട്ടാണ് ഇരിക്കുന്നത്. രാഹുൽ എടുക്കാതിരുന്നപ്പോ എഴുന്നേറ്റിട്ട് ഞാൻ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് ഇരുന്നതാണ്. അപ്പോൾ സാറേ, വീണ്ടും സ്വാഗതം. നമസ്കാരം. സത്യത്തില് ആളുകൾക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ്, ആരാണ് ശ്രീനിവാസ പൈ? ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഏതോ ഒക്കെ ജന്മങ്ങൾ പല കണക്ഷൻസ് ഉണ്ട്. പക്ഷേ ലാസ്റ്റ് ആറ്റുകാൽ പോയി. ആറ്റുകാൽ പോകാൻ തീരുമാനിച്ച് അത് 2015 ആഗ്രഹമാണ് ആറ്റുകാൽ പോകണമെന്ന്, പൊങ്കാലിടണം. അത് സാധിച്ച 2025 സാർ, അതൊക്കെ ഒരു നിയമങ്ങൾ എന്താ പറയുക? ഈ ആറ്റുകാൽ പൊങ്കാലയുടെ തലേന്ന് ഞാൻ തിരുവനന്തപുരത്ത്, പക്ഷെ എനിക്ക് ഒന്നോടെ നിൽക്കാൻ പറ്റിയില്ല. എനിക്ക് തിരിച്ചിവിടെ വരേണ്ടി വന്നു, എൻ്റെ ജോലിയുടെ ആവശ്യമായിട്ട് വരേണ്ടി വന്നു എന്നുള്ളതാണ്. അതെ. അപ്പോൾ അവിടെ പോകാൻ തീരുമാനിച്ച ഉടനെ തന്നെ തിരുവണ്ണാമലയിൽ പോകാനായിട്ടൊരു ഫാമിലി എന്നെ സ്പോൺസർ ചെയ്യുകയാണ് പോകാമെന്ന് പറഞ്ഞിട്ട്. ആ തിരുവണ്ണാമലയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടുത്തെ ആ എനർജി മനസ്സിലാകുന്നത്. ആറ്റുകാൽ വേറൊരു അതിൻ്റെ വേറൊരു തലം തിരുവണ്ണാമല. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ആരാണ്. എന്നിലൂടെ എന്തോ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അതിന് അബാക് മീഡിയയോടാണ് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് എനിക്കുണ്ടായിരുന്നു, ബാങ്കിങ് ചെയ്യണം. ഒരു ചാനലിൽ, പെയ്ഡ് ചാനലിൽ ഞാൻ ചോദിച്ചതാണ്, എനിക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയണം. എന്തുകൊണ്ടും അവരെന്നെ സെലക്ട് ചെയ്തില്ല. 1.5 വർഷം മുമ്പ് ഞാൻ ചാനലിൻ്റെ പേരൊന്നും പറയും, 2-3 ഇത് അയച്ചു. കാര്യം പബ്ലിക്കിന് ബാങ്കിൽ പോകുമ്പോൾ എന്ത് ഈസി ആയിട്ട് എന്ത് സാധിക്കാമെന്നൊന്ന് അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതെടുത്തില്ല. പക്ഷേ താങ്കൾ അതിന് സന്മനസ് കാണിച്ച് വന്നു. പക്ഷേ അതിനുശേഷം അതൊരു നിമിത്തമായിരുന്നു. കാര്യം അതിനുശേഷമുള്ള ശനി തൊട്ടാണ്, ആ ശനീശ്വരൻ്റെ പ്രഭാവം തൊട്ടാണ് അത് കയറിയത്. അത് കുറേ ഗുരു പറഞ്ഞു തന്നത്. പക്ഷേ അന്ന് ഞാൻ എപ്പോഴും പറയുന്നത്, അദ്ദേഹം അന്ന് പറഞ്ഞതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തില്ല. എൻ്റെ പ്രായത്തിൻ്റെ ഇതായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ AT കോവൂർ സാറിൻ്റെ ഇത് വായിക്കും, എടമറക് സാറിൻ്റെ ബുക്കുകൾ വായിക്കും. ഇപ്പുറത്ത് അദ്ദേഹം ജ്യോതിഷം അതിനെക്കുറിച്ചെല്ലാം പറയും. അദ്ദേഹം ഭയങ്കര വിഷവൈദ്യനാണ്. ജന്മഭൂമിയിൽ അദ്ദേഹത്തെക്കുറിച്ച് ആർട്ടിക്കിൾ വന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത് 93, 94 ഇതൊക്കെയാണ്. പക്ഷേ അന്ന് നമ്മുടെ ഈ ചോരത്തിളപ്പിലൊന്നും വിശ്വസിച്ചില്ല. അപ്പോഴേ അദ്ദേഹം പറയും 50 വയസ്സാകുമ്പോൾ നിനക്കിതെല്ലാം മനസ്സിലാവും.
എന്ന് പറഞ്ഞ് ക്ഷമയോടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് സത്യമാണെന്ന് അബാക് മീഡിയ അതിനൊരു നിയോഗമായെന്ന് ഞാൻ പറയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ വീട്ടിലിരുന്ന് യൂട്യൂബും കണ്ട് ഇതുമായിട്ട് ഞാൻ ഇരുന്ന് പോയാൽ. അല്ല, പക്ഷേ എത്രയോ പേരാണ് സാറേ, നമുക്ക് സന്തോഷമാണ്. കാര്യം പേര് പറയുന്നത് ശരിയല്ല. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്, സാറിനോടൊന്നും പറയണം, ഒന്ന് അങ്ങനെ സാറിന്റെ സമയക്കുറവുണ്ടോ അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് കാണാതെ പോകുന്ന ചില മെസ്സേജുകൾ അവർ എന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കും. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം സാറിന് ഫോർവേഡ് ചെയ്യുക എന്നൊരു സംഭവമാണ്. സാറ് വളരെ കാര്യമായി എടുക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന ശ്രീനിവാസ പൈ ഒരു വിദ്യാർത്ഥിയാണെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും. കാര്യം നമ്മുടെ ഗസ്റ്റുകളിൽ ആര് വന്നാലും അല്ലെങ്കിൽ അതിനകത്ത് അങ്ങേക്ക് താല്പര്യം തോന്നുന്ന എല്ലാവരോടും ഒരു സാധാരണക്കാരനെ പോലെ അവർക്ക് ദക്ഷിണ കൊടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്ത് അവരുടെയൊക്കെ കൺസൾട്ടേഷൻ സാർ എടുത്തിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പഠിച്ചു. ജ്യോതിഷമൊന്നും എനിക്കൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് ഗുരു പറഞ്ഞു തന്ന നിമിത്തങ്ങളാണ്, ഇൻറ്റ്യൂഷൻസ് ആണ്. അത് അന്നും വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് ശേഷവും ഒഫീഷ്യലി വർക്ക് ചെയ്യുമ്പോഴും. പക്ഷേ എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടില്ല. ഒരു ലോൺ കൊടുക്കുമ്പോൾ ഇത് പണിയാകുമോ എന്നൊന്നും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ പണിയാകുന്നു തോന്നിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അടയ്ക്കാഞ്ഞിട്ട് ചാർജ് ഷീറ്റ് കിട്ടി ഒരു ഇൻക്രിമെന്റ് പോയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ വർക്ക് ഇതിനകത്ത് അതും ഭാഗമായിരുന്നു. കാര്യം അതുകൊണ്ടാണ് ഞാൻ VRS എടുത്തത്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്കെയിൽ 3 എന്തെങ്കിലും പ്രൊമോഷനും എടുത്തിട്ട് ഞാൻ ബാങ്കിൽ ഇരുന്നത്. അതല്ല നിന്റെ നിയോഗം എന്ന് കണ്ടുകൊണ്ട് പാലക്കാട്ടേക്ക് ട്രാൻസ്ഫർ വന്നപ്പോഴത്തേക്കും VRS എടുത്തത് ഇതൊക്കെ ആയിരുന്നു. കാര്യം കുറേ ആൾക്കാർക്ക് ഈ അബാക് മീഡിയയുടെ വ്യൂവേഴ്സിന് കുറേ ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ശനിയെ എല്ലാവരും പേടി സ്വപ്നമായിട്ട് കാണുന്ന അല്ലേ, രാഹുവിനെ എല്ലാവരും പേടി സ്വപ്നമായിട്ട് കാണുന്ന, കേതുവിനെ പേടി സ്വപ്നം, കുജൻ. എൻ്റെ ഗുരു പറയണത് ഈ 4 പേരെ നമ്മൾ കയ്യിലാക്കിയാൽ നമ്മുടെ ജീവിതം സുഖപ്രദമെന്ന്. എത്രയോ പേർക്കാണ് ഇത് വന്നിരിക്കുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ് അബാക് മീഡിയയ്ക്കാണ്. അല്ലെങ്കിൽ ഇത് എൻ്റെ ആ അറിവ് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് മാത്രം ഇത് പോയാൽ. ഇതിപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ആ ഒരു ഇൻഫർമേഷൻ പോയി. എത്രയോ പേര് US വരെ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ആസ്ട്രേലിയയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എല്ലാ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ആൾക്കാർ വിളിച്ചിട്ട് അവരിത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കാക്കകളോ ഏതെങ്കിലും കിളികൾ വരും. പക്ഷേ ഈ ശനിയുടെ ദിവസം വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കുന്നില്ല. മനസ്സിലായി? അത് എന്താണ് അതിൻ്റെ ശാസ്ത്രീയത, അല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജി എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതൊരു സത്യമാണ്. ആ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഇതെന്താണ് പറയുന്നതെന്ന് ആദ്യമായി കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിൽ സാറുമായിട്ടുള്ള മുൻ എപ്പിസോഡുകൾ പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാൽ ശ്രീനിവാസ ഓഫീസാറിന്റെ എല്ലാ ചർച്ചകളും കാണാൻ പറ്റും. അതിൽ പോയി കാണുക. സാർ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തായാലും ആറ്റുകാൽ പൊങ്കാല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം ദേവിയെ പറയുമ്പോഴേ ശരീരം ഇതാവുന്നു. ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് പൊങ്കാല അർപ്പിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധയോടെ കണ്ടൊരു വീഡിയോ ആണ്. അമേരിക്കയിൽ ഒരു കൂട്ടം സ്ത്രീജനങ്ങൾ, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അവിടെ ഇൻഡക്ഷൻ കുക്കറും ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉള്ളൂ, അതിൽ ഈ മണ്ണടുപ്പൊക്കെ വെച്ച് ഭഗവതിയുടെ പടമൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് ആറ്റുകാലിൽ പൊങ്കാലയിടും. സത്യം പറഞ്ഞാൽ ഞാൻ അന്നൊരു ഉച്ചയായപ്പോൾ ഇവിടെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, നമുക്കും ടെറസിൽ പൊങ്കാലയിടായിരുന്നു, വിട്ടുപോയി എന്ന് ഞാൻ പറഞ്ഞു. സാധാരണ ഇതിൽ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്ഷേത്രം, എൻ്റെ നാട്ടിലെ ക്ഷേത്രം ദേശദേവത എന്ന് പറയുന്നത് മേലില ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. ശ്രീധർമ്മശാസ്താവിൻ്റെ പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും മുകളിൽ ദുർഗാ ഭഗവതിയും താഴെ ഭദ്രാ ഭഗവതിയുമാണ്. അപ്പം ഈ കുംഭമാസത്തിലെ പൂരമാണ് അവിടെയും പൊങ്കാല, പൂരോത്തരമാണ് അവിടുത്തെ ഉത്സവം. അപ്പം ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മേലില പൊങ്കാലയാണ്. എല്ലാം അമ്മ സങ്കല്പമാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ഈ പൊങ്കാല ഞങ്ങൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഇന്നേ വരെ ആറ്റുകാൽ പൊങ്കാല കാണാൻ സാധിച്ചിട്ടില്ല. ഇത്തവണ കാണാൻ ഒരു അവസരം പടിവാതിക്കൽ എത്തിയെങ്കിലും സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ സാറ് ഫാമിലിയോട് കുഴപ്പമാണ് ആറ്റുകാൽ, അവിടെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അതൊന്ന് ഷെയർ ചെയ്യാം. കണ്ണകി ഭഗവതിയാണ്. അതെ. അപ്പോൾ അതിൻ്റെ ഒരു കഥ ആണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ല, കഥ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം കഥകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എല്ലാ കഥകളിലും നമ്മൾ കൂടി, ഇപ്പോൾ കണ്ണകി അത്. പക്ഷേ അവിടെ വെച്ച് ഞാൻ ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടത്തിനും പകരുന്ന ഒരു എനർജിയാണ്. അത് കഴിഞ്ഞിട്ടാണ് US UK പൊങ്കാല ഇടുന്നത് കണ്ട്. കാര്യം ഭൂമിയിൽ കംപ്ലീറ്റ് ആയി എനർജി ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കുംഭമാസത്തിലെ പൂരം നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂരം പിറന്ന പുരുഷനും മകം പിറന്ന മങ്കയാണ്. ചോറ്റാനിക്കര കിടക്കണം മകം തൊഴിലാണ്. അതായത് അത് തന്നെ ഞങ്ങളുടെ നാട്ടിലെ പള്ളിപ്പുറത്ത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മകം തൊഴിലെന്ന് പറഞ്ഞാൽ. സൂര്യൻ കുംഭൻ രാശി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിയുടെ അധിപതി കുംഭത്തിൽ നിന്നിട്ട് കർക്കിടകൻ രാശിയുടെ അധിപതി ചിങ്ങൻ രാശി നിന്നിട്ട് സമസപ്തമത്തിൽ നോക്കിയിട്ട് ഒരു വിശേഷ യോഗത്തിലാണ് ഈ ജ്യോതിഷപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. പക്ഷെ അവിടെ ഭയങ്കര എനർജിയാണ്. ശരിക്കും ഞാൻ വിചാരിച്ചത് അവിടുത്തെ പുക കൊണ്ട് എനിക്ക് പുക പറ്റില്ല. ഇപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ ഓഫീസിൽ ചന്ദനത്തിരി ആയിരുന്നുകൊണ്ട് ഞാൻ പുറത്തായിരുന്നു. എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം പുക പറ്റില്ല. പക്ഷെ അവിടെ ഞാൻ വിചാരിച്ചത് ഈ പുകയത്ത് തിരുവനന്തപുരം കംപ്ലീറ്റ് പുകകളാൽ ഇതായി പരിസ്ഥിതി മലിനീകരണം എന്നൊക്കെ പറഞ്ഞത്.
പക്ഷെ ഞാൻ ആ പുകയൊന്നും മനുഷ്യർ നിൽക്കുന്ന ലെവലിൽ ആ പുകയില്ല. അന്തരീക്ഷത്തിലേക്ക് പോകും, ആ ഒരു ലെയർ മുകളിലേക്ക് പോവുകയാണ്. അല്ലാണ്ട് നമ്മൾ നിൽക്കുന്നിടത്ത് അവിടെയുള്ള അവർ ഊതുമ്പോഴുള്ള എന്തെങ്കിലുമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എല്ലാം കർപ്പൂരമൊക്കെ കത്തിക്കണതുകൊണ്ട് ഒന്നുമില്ല. പക്ഷേ അതിലൊരു രസകരം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ തിരുവണ്ണാമല പോയപ്പോൾ തേങ്ങയിലെ എനർജി നമ്മൾ ഇവിടെയും പരീക്ഷിച്ചിട്ടുണ്ട്. അതൊന്ന് പറയാം, അബാക് മീഡിയയിൽ കുറേയധികം എനർജീസ് ഉണ്ട് കേട്ടോ. കാര്യം ഇവിടെ വരുന്നില്ല, അല്ല ഉള്ള കാര്യം നമുക്ക് പറയണം. ഭയങ്കര പോസിറ്റീവ് എനർജീസ് ഉള്ള ഒരു സ്റ്റുഡിയോ ആണ് അബാക് മീഡിയ. അല്ല, എനിക്ക് എന്നെ ഏറ്റവും ഇഷ്ടം സാറ് ആദ്യം ഇവിടെ വന്നു, പിന്നെ സാർ ഇവിടുത്തെ സ്ഥിരമായി വരുന്ന, ഇപ്പൊ ഞാൻ പോലും അറിയാറില്ല സാർ രാവിലെ വരുന്നു, ഞാൻ ഇവിടുത്തെ പിള്ളേരുമായിട്ടൊക്കെ അത്രയും കമ്പനിയായി സാറിന്റെ ഇവിടെ വന്ന് സംസാരിച്ചിട്ട് പോകും. സാർ വന്നു ഞാൻ വരുമ്പോഴാണ് ചിലപ്പോൾ അറിയാൻ പറ്റുക. ഇന്നലെ സാർ വന്നാൽ ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് രാഹുലിനെ വിളിച്ചപ്പോൾ, രാഹുലിനെ കാണാൻ ഫോണിൽ വിളിച്ചപ്പോഴാണ് സാർ വന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെയാണ് വ്യാസൻ എന്നോട് പറഞ്ഞൊരു സംഭവമാണ്. ഫസ്റ്റ് ആദ്യത്തെ ദിവസം വന്നു, ശില്പയായിട്ട് ഇന്റർവ്യൂ എടുത്തു. രണ്ടാമത്തെ തവണ ഞാൻ വ്യാസനെ വിളിച്ചു. വ്യാസനോട് വന്ന് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ വ്യാസൻ പറഞ്ഞു, എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് പോകുന്ന പോലെയാണ് ഇപ്പോൾ ബാക്ക് മീഡിയയിലേക്ക് വരുന്നത്. മറ്റേ ഞാൻ അദ്ദേഹം നമ്മളോടുള്ള ഒരു സഹകരണം കൊണ്ട് പറയുന്നതാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം നിശാന്ത് തോപ്പിൽ സാർ വന്നപ്പോഴും പറഞ്ഞു, ഞാൻ ഒരുപാട് സ്റ്റുഡിയോകളിലൊക്കെ പോയിട്ടുണ്ട്, ഒരുപാട്, പക്ഷേ ഇവിടേക്ക് വരിക എന്ന് പറയുമ്പോൾ അതെൻ്റെ ഒരു കുടുംബത്തിലേക്ക് വരുന്ന പോലെയാണ് തോന്നുന്നത് എന്ന് പറയും. എന്തായാലും കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഞാൻ ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ പോയത് ദൂരദർശനിലാണ് കേട്ടോ, 90-91. ഒന്ന് ഇൻകം ടാക്സ് ഓഫീസിലെ ഒരു ചർച്ചയിലും എന്ന് പറഞ്ഞാൽ ഓഫീസറുടെ കൂടെ സംശയങ്ങൾ ചോദിക്കാം, പിന്നെ കൃഷി വകുപ്പ് ഡയറക്ടറുടെ ഇതിൽ 90-91 കാലഘട്ടം. പക്ഷെ ഇതൊരു വല്ല പ്രത്യേക വൈബാണ് ഇവിടുത്തെ. 90-91 പറയുമ്പോൾ ഞാൻ പാളെ കിടക്കുക. അന്നിങ്ങനെ കാണുന്നതിലൊക്കെ എഴുതി ഇത് ചെയ്തതാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയാണ് പറഞ്ഞു വന്നത്. ഈ ആറ്റുകാൽ പൊങ്കാല അവിടെ പോയി ഞാൻ വിചാരിച്ചത് ഞാൻ ഈ പുകയുടെ ഇതായത് കൊണ്ട് പോകില്ല, പക്ഷേ റൂമിലിരിക്കാൻ തോന്നില്ല. രാവിലെ 8 മണിക്ക് തന്നെ ഓട്ടോ കിട്ടി അവിടെ ചെന്ന് 10:15 തുടങ്ങി. ഈ പൊങ്കാല നടക്കുമ്പോൾ സാധാരണ ഈ തേങ്ങ ഞാൻ കരുതും, അന്ന് കരുതിയില്ല. അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫാണ് പോയത്. അവിടെ ഒരു ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുകാരുടെ മുമ്പിൽ അവർ സൗകര്യം, അവിടെയാണ് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, തേങ്ങ കിട്ടുമെങ്കിൽ നോക്ക്, നമുക്കൊന്ന് ജസ്റ്റ് എനിക്കൊന്ന് എനർജി, അവർക്കറിയാം ഞാൻ എനർജി നോക്കണത് അവർക്കറിയാം. അപ്പോൾ തേങ്ങ, ആ കോണിപ്പുള്ള തേങ്ങയില്ല, അതില്ലാണ്ട് എനർജി ഞാൻ ആ ഇരിക്കുന്ന റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഈ തേങ്ങ തുള്ളുക കൈ വെക്കുന്നത്. ഓക്കെ, ആ പൊങ്കാല നടക്കുമ്പോൾ അത്രയ്ക്ക് എനർജിയാണ് അവിടെ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും. ഒന്ന് ആർക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. പൊങ്കാലയുടെ സമയത്ത്, പൊങ്കാലയുടെ സമയത്ത് നമ്മൾ ആ തിരുവനന്തപുരം നഗരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ ഒരു എനർജി ഷിഫ്റ്റ് നടക്കുകയാണ്. അതാണ് എനിക്ക് തിരുവണ്ണാമല പണ്ടേ പോകേണ്ട സ്ഥലത്ത് പോകാനുള്ളൊരു നിമിത്തം ഈ ആറ്റുകാലിൽ നിന്നാണ് ഉണ്ടായത്. അതൊരു വല്ലാത്ത എനർജിയാണ്. 2, അവിടെ ചിലർ അവിടെ കണ്ടതിൻ്റെ ഒരു അസ്വാഭാവികത എന്താണെന്ന്, എല്ലാവർക്കും കിഴക്കോട്ട് തൂളണമെന്നും പറഞ്ഞുകൊണ്ടുള്ളത് ചിലർ ഇത് ചരിച്ചു വെക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, കലത്തിൽ നിന്ന് കിഴക്കോട്ടേക്ക് കലം ചരിച്ചു വയ്ക്കും. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ദൈവം എന്ന് പറയുന്ന ശക്തിക്ക് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്കില്ല. ഇത് മനുഷ്യനാണ്. ഇത് ഭൂമിക്ക് ശരിക്കും കിഴക്ക് വശം പോലും ഇല്ല. ഈ ഉത്തരധ്രുവത്തിൻ്റെ ആ ഒരു ബാലൻസ് വെച്ചിട്ട് കറങ്ങണത് വെച്ചാണ്. ഇപ്പോൾ സൂര്യൻ ഉദിക്കണതെല്ലാം കിഴക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഉത്തരായന കാലത്ത് ഉദിക്കുന്നത് വടക്ക് വശത്തും ദക്ഷിണായന കാലത്ത് തെക്ക് വശത്തുമായിരിക്കും. കിഴക്കെന്ന് നമ്മൾ പറയും, പക്ഷേ അതൊരു സ്ഥിരമല്ല. ആ കിഴക്ക് സ്ഥിരമല്ല. ഇപ്പൊ മകരമാസത്തിലെ സൂര്യനായിരിക്കുകയല്ല, പിന്നെ വന്നിട്ട് മിഥുനമാസത്തിലുള്ള സ്പ്രേസ് നമ്മൾ വെറുതെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ, വീട്ടിലൊന്ന് ജസ്റ്റ് ഓരോ മാസവും സൂര്യൻ ഉദിക്കണം അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇന്ന മാസം ഇന്നാണെന്ന് വിചാരിച്ച് മാർക്ക് ചെയ്താൽ ഈ ഉത്തരായന ധ്രുവത്തിലും ദക്ഷിണായന ധ്രുവത്തിലും സൂര്യൻ തെക്കോട്ടും വടക്കോട്ടും, സൂര്യനല്ല ഭൂമി ആ കറങ്ങണതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് അവിടെ ആരും വിചാരിക്കാണ്ടിരിക്കുക. അപ്പോൾ ചിലർ വിചാരിക്കണോ നമ്മുടെ കിഴക്കോട്ട് ചരിഞ്ഞില്ലല്ലോ, ഈ സൂത്രപ്പണി അറിയാണ്ട് കറക്റ്റായിട്ട് കലം വെക്കുന്ന ആൾക്കാരുണ്ട്. കിഴക്കോട്ടൊന്നും ഇല്ല, നിറഞ്ഞു തുളുമ്പി പോയാൽ ആറ്റുകാലമ്മ ഏറ്റു. അതിൽ ഒരു സംശയമില്ലാത്ത കാര്യം. ഞങ്ങൾ പോയി ചെയ്തത് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് കിഴക്കോട്ടല്ല തുളുമ്പിയത്, സത്യം പറയാം. തുളുമ്പിയത് അഗ്നികോണിലേക്കാണ്. അഗ്നികോണിലേക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈഫ് നിന്ന് ഇതിന് അഗ്നികോണിലാണ് ആറ്റുകാല അമ്പലം. കിഴക്ക് തെക്കേ മൂലയിലാണ് ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്ന് ആറ്റുകാല അമ്പലം. അപ്പോൾ വൈഫ് വന്നിട്ട് പോയി, എൻ്റെ കിഴക്കോട്ട് തുളുമ്പിയില്ല. ഇത് ഞാൻ പറഞ്ഞ അതിലൊന്നും കാര്യമില്ല, ഇത് എങ്ങനെയായാലും തുളുമ്പി താഴത്ത് വീഴണം എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കിഴക്കോട്ട് തുളുമ്പില്ല എന്ന് പറഞ്ഞാൽ ആരും ഇത് ചെയ്യേണ്ട കാര്യമില്ല. അത് തുളുമ്പി വീണ് കഴിഞ്ഞാൽ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ വേറെ അവിടെ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ കുട്ടികൾ രാവിലെ 4-5 മണി തൊട്ട് കുട്ടികൾ വന്ന് രക്ഷകർത്താക്കളുടെ കൂടെ അവിടെ ഇരിക്കും. 2 പെൺകുട്ടികൾ, ഞാൻ അവരുടെ ഇത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഒരു പയ്യൻ, അഭിനവ്, അവൻ്റെ പേര് അഭിനവ് എന്താണ്, അവൻ രാവിലെ വന്നിരിക്കുകയാണ്. ഹൈന്ദവ സംസ്കാരമൊന്നുമില്ല, ഒന്നുമില്ല. ഹൈന്ദവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ പറഞ്ഞതേ ഉള്ളൂ. കാര്യം ഹിന്ദു എന്ന് പറയുന്ന ഒന്നും
ഇല്ല. പിന്നെ ഹിന്ദുസ്ഥാൻ പ്രജാപതി എന്ന് പറഞ്ഞ എന്തോ ഒരു ശ്ലോകമുണ്ട്, ഹിമാലയം തൊട്ട് ഇങ്ങേറ്റം വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ഭാരത സംസ്കാരമാണ്, എല്ലാം ദൈവ ചൈതന്യമാണെന്ന് പറയുന്ന ഭാരത സംസ്കാരമാണ് നമ്മൾ. അതെ അതെ, മനസ്സിലായി. അതിനകത്ത് എല്ലാം ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നോ, ബ്രഹ്മണാഗതം എന്ന് പറഞ്ഞ് അർപ്പിക്കുന്നതും അർപ്പിച്ചു കഴിഞ്ഞതും എല്ലാം ബ്രഹ്മമയമാണെന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ സംസ്കാരം പോണത്. അപ്പം നമ്മുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഈ ദൈവം എന്ന് പറയുന്നത്? നമ്മൾ രൂപങ്ങളിൽ കുടുങ്ങി, വിഷ്ണു ഇത് എന്നുള്ള രൂപങ്ങളിൽ കുടുങ്ങി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ദൈവങ്ങൾ എന്ന് പറയുന്ന ശക്തി എന്താണ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് ഇടപെടുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ പുതുതലമുറയെ മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവരുടെ ചിന്താഗതികൾ തന്നെ മാറും. ഇപ്പോൾ ഇവിടെ തിരുവണ്ണാമലയിൽ പോയത് ആ തേങ്ങയുടെ ഇത് കാണിച്ചത്, അതിൽ ചിലർ പറയുന്നത് ഫിസിക്സ് ആണെന്ന്. ഞാൻ പറയട്ടെ, ഈ പ്രപഞ്ച നിയമം ഫിസിക്സാണ്. പണ്ടത്തെ ഋഷീശ്വരന്മാർ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഫിസിക്സ് എന്നുള്ള വാക്കോ ഊർജ്ജതന്ത്രം എന്നുള്ള വാക്ക് വന്ന 200, 300, 400 വർഷങ്ങളാണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഇതാണ് പ്രപഞ്ച നിയമം എന്ന് ഭാരതം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് ഇപ്പൊ ചിലർ ഈ തേങ്ങയുടെ ഇത് ഫിസിക്സ് ആണെന്ന്, അല്ലാന്ന് ആര് പറഞ്ഞു? ആണെന്ന്. പുരാണങ്ങളിൽ പുഷ്പവിമാനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരശാസ്ത്രം ജീവശാസ്ത്രമാണ്. നമ്മളെ പ്രവർത്തനങ്ങൾ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അത് രസതന്ത്രമാണ്. ഇത് പണ്ടെല്ലാം അറിയാമായിരുന്നു. പുരാണത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ പറ്റി ഇതെല്ലാം ഉണ്ട്. ഇത് ഈ വേദവ്യാസ മഹർഷി പറഞ്ഞതാണ്. ഇതിലുള്ളത് പലയിടത്തും കാണും. അതിൽ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുറേ കുട്ടികളെ കാണിച്ചു. അപ്പോൾ ഒരു അമ്മ പറഞ്ഞ് കുട്ടി ഭയങ്കര വികൃതിയാണ്, 12 വയസ്സുള്ള കുട്ടിയാണ്, ഭയങ്കര വികൃതിയാണ്. ഇതാണ്. ഞാൻ പറഞ്ഞ് വികൃതിയാകണ്ടേ, അവൻ ബുദ്ധിജീവിനെ പോലെ ഏതോ ഒരു സംവിധായകൻ്റെ സിനിമയിലെ നടനെ പോലെ എവിടെയെങ്കിലും ഇങ്ങനെ താടിക്ക് കയ്യും കുത്തിയിരുന്നാൽ നമ്മൾ വിചാരിക്കും എന്ത് പറ്റിയെന്ന്. അത് കുഴപ്പമില്ല, അതാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ അയക്കാൻ പറയും. 3 മണിക്ക് 4 മണിക്ക് വന്ന് ഇരിക്കുന്ന കുട്ടികളും അമ്മമാരും എന്ന് പറയുമ്പോൾ വൈകുന്നേരം ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് ഇവിടെ തളിച്ചത് 1:30 മണിക്കാണ്. ഈ തളിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തെ ക്യാമറമാൻ സെൽവൻ ചേട്ടൻ ഉണ്ടായിരുന്നു. സെൽവൻ ചേട്ടൻ പൂജാരിയാണ്. അപ്പോൾ സെൽവൻ എല്ലാം കഴിഞ്ഞ് 4 മണിക്ക് വിളിച്ച് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? 1 മണി ഉച്ചയ്ക്കാണ്, 1 മണിക്ക് 1:30 മണിക്കാണ് തളിച്ചത്. അതുവരെ എല്ലാവരും സന്തോഷത്തോടെ അതൊരു നാട് മുഴുവൻ ആഘോഷമായിട്ട്. അതിൽ പോലീസിന് ഒരു സല്യൂട്ട് കൊടുക്കണം. അവർ ഭയങ്കരമായിട്ട്, അല്ല പോലീസ് മാത്രമല്ല, പോലീസ്, കേരള സർക്കാർ, അഗ്നിശമന അവര്, ഫയർഫോഴ്സ്, ഇലക്ട്രിസിറ്റി ബോർഡ്, നമ്മൾ മനസ്സിലാക്കാതെ ശുചീകരണ തൊഴിലാണ് അവിടെ. അത് ഞാൻ പറയാൻ പോകുന്നത്. കാര്യം എന്താണെന്ന്, വൈകിട്ട് 5 മണിക്ക് ഞങ്ങൾ പഴവങ്ങാടി പോകാൻ ഇറങ്ങിയിട്ട് 4:00 ഇറങ്ങി. ഇങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ ഒന്നും കല്ലുകൾ പോലും. പക്ഷേ 5 ദിവസം മുമ്പോട്ട് ഇതുണ്ട് അവിടെ. 5 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് 5 ദിവസം മുമ്പ് ചെല്ലുമ്പോ അവിടെ തെരുവുകളിൽ ഇത് ഇട്ടിട്ട് പേര് വെച്ചിരിക്കുക, പേരും ചരടും. അത് ഭയങ്കര അതിശയപ്പെട്ടെ. 3 കല്ലുകൾ വെച്ചിട്ട് അതിൽ പേര്, അത് ചരട് വെച്ചിരിക്കുന്നു. പക്ഷെ അന്ന് വൈകിട്ട് 4:00 ഞങ്ങൾ ആ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ അവിടെ Airbnb എടുത്ത് അത് എടുത്തിട്ട് പുറത്ത്. അപ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ അവിടെയൊക്കെ ഞങ്ങൾ രാവിലെ ചെല്ലുമ്പോൾ കല്ലാണ് കംപ്ലീറ്റ്. പക്ഷേ 4-5 മണിക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒന്നുമില്ല, അത്രയ്ക്ക് ക്ലീനായി കഴിഞ്ഞു. അതിന് അവിടുത്തെ ശുചീകരണം, അവിടെ ആ തിരുവനന്തപുരം നഗരം എന്താണ് ശുദ്ധിയായി സൂക്ഷിക്കുന്നതിനൊരു കുറേ ഈ ഇതിനകത്തൊക്കെ ഇഷ്ടപ്പെടാത്ത കുറേ ആളുകളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുണ്ട്. ഒന്ന് കൽപ്പന ചൗളയുടെ ഒരു പടം, ഇപ്പുറത്ത് കുറേ സ്ത്രീകൾ പൊങ്കാല ഇടുന്നു. സാറേ, മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാനത് സാറിൻ്റെ വേണമെങ്കിൽ ഞാൻ പറയാണ്, കൽപ്പന ചൗളയുടെ പടം, കൽപ്പന ചൗള എന്ന് പറയുന്നത് നമ്മളെല്ലാം ആരാധിക്കുന്ന, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. ഇവിടെ ISROയുടെ മുൻ ചെയർമാൻ ത്രിവേണി സംഗമത്തിൽ പോയിട്ട് കുംഭമേളയിൽ സ്നാനം ചെയ്തപ്പോൾ അദ്ദേഹത്തെ എന്തൊക്കെയാണ് പറഞ്ഞത്? അപ്പൊ അവരുടെ വിശ്വാസമാണ്, ആ വിശ്വാസമായി കണ്ടാൽ മതി. ഒരുപക്ഷെ കൽപ്പന ചൗള ജീവനോട് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ പിന്തുടരുന്ന ഒരാളായിരുന്നു. കൽപ്പന ചൗള പുനർജന്മം എടുത്തു. ഇതൊരു നമ്മുടെ രാജ്യത്തിന്റെ അടുത്തുള്ള ഒരു രാജ്യത്താണ്. ആ രാജ്യത്ത് പുനർജന്മം എടുത്തത്. ആ കുട്ടി ഇപ്പോൾ ഒരു 15 വയസ്സ് കാണും. ഈ കുട്ടി സംസാരിക്കുന്ന ഇംഗ്ലീഷും ഹിന്ദിയാണ്. ആ രാജ്യത്തെ ഭാഷയല്ല, അവിടുത്തെ ഭാഷയും പഠിക്കുന്നത്. സാധാരണ അവിടെ ഗ്രാമീണ വിദ്യാലയത്തിലാണ് ഈ കുട്ടി പഠിക്കുന്നത്. ആരാണ് എന്താണെന്ന് യൂട്യൂബിൽ തപ്പിയെടുത്തോളൂ. രോഗി സാറിനെ ഞാൻ പറഞ്ഞുതരാം ആരാണ്. എന്നിട്ട് ഈ കുട്ടി പറയുന്നത് ബഹിരാകാശത്തെക്കുറിച്ചാണ് കംപ്ലീറ്റ്. അപ്പോൾ ആ ഭാഗത്തുള്ള ഒരു അധ്യാപകർക്ക് പോലും ഈ കുട്ടി പറയുന്നത് മനസ്സിലാകുന്നില്ല. പല ആൾക്കാരും, എനിക്കൊന്ന് സ്റ്റീവ് ജോൺസ് എന്ന് പറയുന്ന ആൾ പോലും ഇദ്ദേഹത്തെ ഈ കുട്ടീനെ പോയി കണ്ടിട്ട് ഇദ്ദേഹം അപ്പോൾ പറയുന്നുണ്ട്, ഞാനിങ്ങനെ പേടകത്തിലായിരുന്നു, ഇങ്ങനെ ഭൂമിയിലേക്ക് വരുന്ന വഴിക്ക് കഴിഞ്ഞ ജന്മം അതൊന്നും ആ കുട്ടിക്ക് അറിയില്ല, പൊട്ടിത്തെറി സംഭവിച്ച് ഇത് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ നന്നായിട്ട് ആ കുട്ടി സംസാരിക്കുന്നത്. എന്നാൽ അത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളല്ല.
കൽപ്പന ചൗളയുടെ പറഞ്ഞപ്പോൾ അതുകൂടി പറയാം. കാര്യം നമ്മൾ അറിയാത്ത കുറെ രഹസ്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മുടെ പുരാണങ്ങളിലെല്ലാം ബഹിരാകാശത്തെ പറ്റിയും അവിടുത്തെ ഗ്രഹങ്ങളെ പറ്റിയും പറയുന്നുണ്ട് എന്നുള്ള മറ്റ് ചിലരുടെ പോസ്റ്റുകളുണ്ട്. ഇതാ തിരുവനന്തപുരത്തിന്റെ അഴുക്കുകാലകളിൽ പോയി ചക്കരപ്പൊങ്കൽ ചക്കരക്കഞ്ഞി വെച്ച് വരുന്ന പെണ്ണുങ്ങളെ കളിയാക്കുന്നത് ഓരോരുത്തരുടെയും വിശ്വാസം. അല്ല, അതെന്താണെന്നറിയോ? അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഉണ്ടല്ലേ. നമ്മൾ ഇതെല്ലാം ചെയ്യണം നമ്മുടെ കാർമ്മികം കളയാൻ. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ഗുരു പറഞ്ഞൊരു നമ്മുടെ കാർമ്മികം കളയാൻ. ഈ കാർമ്മികം കളഞ്ഞ ഇതൊരു എനർജിയാണ്. എൻ്റെ പ്രാരബ്ധ സഞ്ചിത ആഗമിക കർമ്മങ്ങളെന്ന് പറയുന്നത്, ഞാനൊരു അമ്പലത്തിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയി ഞാനിത് ദേവി ഇത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് സമർപ്പിച്ചാൽ ഇത് ദേവിയുടെ അടുത്തുനിന്ന് വാങ്ങിച്ച് കൂട്ടാനായിട്ട് കുറേ ജന്മങ്ങളുണ്ട്. ഇവരാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. അല്ല, തമാശ അല്ല. അത് കഴിഞ്ഞ് അവരുടെ ലൈഫ് അവർ നോക്കുക, അത് കഴിഞ്ഞ് ലൈഫ് നോക്കുക. കാര്യം സമൂഹത്തിനൊന്നും ചെയ്തില്ല. ഇതെന്താണ്ടോ കുറേ കാര്യങ്ങൾ ഗീർവാണങ്ങൾ അടിച്ചപ്പോൾ സുഖമായി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ ഇത്രയും ആൾക്കാർ എന്താണോ പ്രാർത്ഥിച്ചത്, അവരുടെ ജീവിതത്തിൽ എന്താണോ വേണ്ടാത്തത്, അത് അവരവിടെ ഇട്ടത് ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ ലൈഫിലേക്ക് ഇവർ അട്രാക്ട് ചെയ്യാണ്. മനസ്സിലായി? ആ ഒരു ലോ ഓഫ് അട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. കാര്യം നമ്മൾ പോയതെല്ലാം പ്രാർത്ഥനയോട് കൂടി അവിടെ ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റി. പക്ഷെ അവര് പോയപ്പോ കണ്ടത് മലിനമായ തോടുകളൊക്കെയാണ്. നമ്മളിത് കണ്ടില്ല. നമ്മൾ അവിടെ നിന്ന് പൊങ്കാല ചെന്നിട്ട് ഏതെങ്കിലും ചേച്ചിമാർ തന്നാൽ ഇത് ദേവന്മാർക്ക് പണ്ട് പാലാഴി മധുരത്തിൽ കിട്ടിയ അമൃത പോലെ നമ്മളെടുത്ത് കഴിച്ചു. മനസ്സിലായി? അവിടെയാണ് വ്യത്യാസം. അവർ ആ സമയത്ത് കുപ്പത്തൊട്ടിലെ മാലിന്യവും അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ചു പോയതാണ്. അത് അവരുടെ മൈൻഡ്. അതെ, ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ വീട്ടില് ഭാര്യയുമായി പൊങ്കാലിടുന്നു. എടാ, ഇവൻ കാണുന്ന അതിന്റെ മഹനീയതയല്ല. കേന്ദ്രമന്ത്രി, കേന്ദ്രം ഭരിക്കുന്ന ഒരു മന്ത്രി, ഒരുപാട് ജോലിയുള്ള ഒരാള് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ നാട്ടുകാരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്ന മനോഹരമായ ഒരു കാഴ്ചയല്ല കാണുന്നത്. അവിടെ ഒരു പ്രായമായ ഒരു മനുഷ്യൻ സുരേഷ് ഗോപിയോട് എന്തോ ചോദിക്കുന്നു, സുരേഷ് ഗോപി അയാളെ ആട്ടിപ്പായിക്കുന്നു എന്ന തരത്തിൽ ക്യാപ്ഷൻ. അതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയാമോ? സാറിനറിയാമോ? ആ വീഡിയോ കണ്ടായിരുന്നു? ഒരു പിന്നെ ഞാൻ പറഞ്ഞു. ആ പ്രായമായ മനുഷ്യന്റെ പേര് രാജപ്പൻ ആശാരി എന്നാണ്. രാജപ്പൻ ആശാരി, അതായത് സുരേഷ് ഗോപിയുടെ അച്ഛൻ്റെ കാലം തൊട്ട് അവരുടെ വീടുകൾ പണിയുമ്പോഴും ഒക്കെ അതിൻ്റെ കണക്കൊക്കെ നോക്കുന്ന അത്രയും പാരമ്പര്യമായി അത്രയും കുടുംബമായിട്ട് അടുപ്പമുള്ള ഒരാളാണ് രാജപ്പൻ ആശാരി. ഈ രാജപ്പൻ ആശാരി തിരുവനന്തപുരത്ത് എന്ത് വിശേഷം ഉണ്ടെങ്കിലും സുരേഷ് ഗോപിയുടെ വീട്ടിലേക്ക് വരും. സുരേഷ് ഗോപിയുടെ വീട്ടിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും അദ്ദേഹം കാണും അവിടെ. അപ്പോൾ ഇവർക്കൊക്കെ ദക്ഷിണയൊക്കെ ഇപ്പൊ അറിയാലോ. സുരേഷ് ഗോപി എന്ന് പറയുന്നത് എല്ലാവരും ഫ്യൂഡൽ മാടപ്പിന്നൊക്കെ വിളിക്കും. ശരി, അങ്ങനെ നിങ്ങൾ വിളിക്കും നിങ്ങൾ. അയാൾ പഴയ നായർ തറവാട്ടിന്റെ ഈ കൊല്ലത്തെ നായന്മാർക്ക് ഇച്ചിരി ചെവിപ്പൂടുള്ള നായന്മാരാന്നൊക്കെ പറയും. ചങ്ങനാശ്ശേരി നായന്മാരെ, കൊല്ലം നായന്മാർ, അത്തരത്തിലൊരു നായര. അപ്പോൾ രാജപ്പൻ ആശാരി അവിടെ നമ്മൾ വരുമ്പോൾ എല്ലാ ചടങ്ങുകൾക്കും ഇത്തരത്തിലുള്ള മേസ്ത്രിമാർക്കൊക്കെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങുണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള ചടങ്ങുകളിൽ വസ്ത്രവും പണവും വെച്ച് ദക്ഷിണ കൊടുത്ത് കാലത്തൊട്ട് തൊഴുന്ന ഒരു മനുഷ്യനായി രാജപ്പൻ ആശാരി. ഇദ്ദേഹം സുരേഷ് ഗോപിയോട് വന്ന് ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഈ രാജപ്പൻ മേസ്ത്രിയായിട്ട് അടുത്ത ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചത്, ആരാണ് തിരക്കിപ്പോ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ് ഞാനത് കണ്ടുപിടിച്ചത്. വന്ന് പറയുന്നത്, നമുക്ക് ആ വിളക്കിന്റെ തിരി ഇങ്ങോട്ട് തിരിച്ചിട്ടാലോ എന്നാണ് സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത്. അപ്പൊ സുരേഷ് ഗോപി പറയുന്ന മറുപടി എന്താണെന്നറിയോ? അത് സ്ത്രീകളുടെ കാര്യമാണ്, അവർ നോക്കിക്കോളും, നമ്മൾ അതിൽ ഇടപെടണ്ട. അതില്ല അതിനകത്ത്. ഈ കൈയുടെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. രാജപ്പനാചാര്യയുടെ ഏറ്റവും അടുത്ത ഒരാള് രാജപ്പനാചാര്യയോട് സംസാരിച്ചിട്ടുണ്ട്. ഞാനത് അദ്ദേഹത്തിന് ഒരു വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ട്, സുരേഷ് ഏട്ടൻ തന്നെ വഴക്ക് പറയും അങ്ങനെ കൊടുത്താൽ എന്ന് പറഞ്ഞു. കാര്യം ആ മനുഷ്യൻ അത്രയും ബന്ധമുള്ള ഈ രാജപ്പനാശാരി പൊങ്കാലയും കഴിച്ചു, ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ആഹാരവും കഴിച്ചു, വൈകുന്നേരമാണ് അവിടുന്ന് മടങ്ങി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയത്. ഇങ്ങനെ കൈ കാണിച്ചത് അദ്ദേഹം ഇങ്ങനെ കൈ കാണിച്ചാണ്. നോക്കുമ്പോ എന്തോ രാജപ്പനാശാരി ഇച്ചിരി കറുത്തിട്ടിരിക്കുന്നു. ഇതിനകത്ത് കൊള്ളാം, ഇവിടെ ഇത് കട്ട് ചെയ്യാം. അഥവാ പിന്നെ തൊലി കറുത്ത താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളെ ആട്ടി ഓടിക്കുന്ന സുരേഷ് ഗോപി. കാരണം ഈ സുരേഷ് ഗോപിയെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും കാണാൻ കുറെ പേരുണ്ട്. അപ്പോ ഒരു മനുഷ്യന് ഒരു വലിയൊരു പുണ്യപ്രവൃത്തി നടക്കുമ്പോൾ, ആചാരപരമായ ഒരു കർമ്മം നടക്കുമ്പോൾ ഇവർക്ക് ഇതൊന്നും കാണാൻ. പക്ഷേ ഇത് സുരേഷ് ഗോപി സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ക്ലോസ് റിലേറ്റീവ് എൻ്റെ 10ാം ക്ലാസ്സിലെ ട്യൂഷൻ അധ്യാപകനായിരുന്നു കേട്ടോ, ക്ലോസ് റിലേറ്റീവ്. അപ്പോൾ ഈ സുരേഷ് ഗോപി സാറിൻ്റെ ശരിക്ക് നടൻ എന്നുള്ള രീതിയിൽ പരിചയപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം 2 കുട്ടികളായിട്ട് ഒരു 10-25 വർഷം മുമ്പ്, 25-30 പോസിറ്റീവായ കുട്ടികൾ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ പേടിച്ച് ആ പഞ്ചായത്തിൽ പോലും ആൾക്കാർ കയറാൻ സമയം രാഷ്ട്രീയ സ്വപ്നങ്ങൾ 2 കയ്യിലും പിടിച്ച് കുട്ടികൾ 2 കവിളത്ത് ഉമ്മ വയ്ക്കുന്നൊരു ഇതുണ്ട്. ആ കുട്ടികൾ അതുവരെ ആ ഒരു ദൃശ്യങ്ങൾ പത്രമാധ്യമങ്ങൾ എന്റെയൊക്കെ കുഞ്ഞോളി വന്ന സാധനം അങ്ങനെ പറയാം വരുന്നത് വരെ HIV പോസിറ്റീവായുള്ളവരെ സമൂഹത്തിൽ നിന്ന് അടിച്ചോടിക്കാൻ തൊടാൻ പോലും പാടില്ല. ഇപ്പോഴും ആ ചിന്താഗതിയോടെ നടക്കുന്ന ആളുകളെ എനിക്കറിയാം. അങ്ങനെയുള്ളൊരു കാലത്താണ് സുരേഷ് ഗോപി പോലൊരു സിനിമാ നടൻ, അന്ന് രാഷ്ട്രീയക്കാരനല്ല,
ആ പ്രവൃത്തി ചെയ്തത്. അതിനേക്കാൾ ഒരു എത്രയോ പേരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിനോട് വിയോജിപ്പുണ്ടാകാം, ഞാൻ ഫോളോ ചെയ്തു വരുന്ന രാഷ്ട്രീയത്തിൽ ആ രാഷ്ട്രീയമല്ല, പക്ഷെ അദ്ദേഹം എന്ന് പറയുന്ന നന്മയുള്ള മനുഷ്യ സ്നേഹിയാണ്. ഇദ്ദേഹത്തെ ഇത്തരത്തിലാക്കി എടുത്തത് എന്തെങ്കിലും നെഗറ്റീവ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഓൺലൈൻ ചാനലുകാരാണ്. ഞാൻ ആ ഓൺലൈൻ ചാനൽ ഇരുന്നുകൊണ്ട് തന്നെ പറയുന്നു, ഇവിടുത്തെ ഓൺലൈൻ ചാനലുകാരാണ്. അദ്ദേഹത്തിനെ വിറ്റ് പൈസയാക്കാൻ നടക്കുന്നവരാണ് അദ്ദേഹത്തെ മോശപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മുടെ ജേക്കബ് അലക്സാണ്ടർ സാറുണ്ടല്ലേ, അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു പ്രഭാഷണത്തിൽ ഇത് അധിക്ഷേപിച്ചുകൊണ്ടൊരു വ്യക്തി ഭയങ്കരമായിട്ട് വീഡിയോ ഇട്ടു. അത് ഭയങ്കരമായിട്ട് വൈറലായി. പുള്ളിയുടെ സ്വന്തം യൂട്യൂബായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴത്തേക്കും മറുപടി പറഞ്ഞത്, കാര്യം ആ ആൾ ചോദിച്ചു, കാര്യം പുള്ളി ഇടുന്ന ഒന്നും വൈറലാകുന്നില്ല. അപ്പോൾ ഈ ജേക്കബ് അലക്സാണ്ടർ സാറിനെ ഒന്ന് വിമർശിച്ചിട്ടിട്ടാൽ വൈലായിട്ടാകും, അതുകൊണ്ട് ഞാനൊന്ന് സാറിനെ ഒന്ന് വിമർശിച്ചിട്ടോട്ടെ എന്ന് പെർമിഷൻ ചോദിച്ചിട്ടിട്ടു എന്ന് പറഞ്ഞ് ജേക്കബ് അലക്സാണ്ടറിന്റെ ഒരു വീഡിയോ കണ്ടു. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് വൈറലാകാനായിട്ട്. ഇപ്പൊ ഈ ഒറ്റ കാര്യത്തിൽ ആ വീഡിയോ എത്ര വൈറലായി. അതെ, ഉറപ്പായിട്ട്. ഇന്നലെ രാത്രി ഒരു 12:30 മണി സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു. എനിക്ക് തൊണ്ടവേദന, നല്ല ഈ പനി വന്നിട്ട് തൊണ്ടവേദന മാറുന്നില്ല, നല്ല വേദനയോട് ഇങ്ങനെ കിടക്കുക, ഉറങ്ങിയിട്ടില്ല, ഉറക്കം പോലും വരാതെ കിടക്കുക. രോഹിത്താണോ? അതെ. കടക്കൽ തിരുവാതിരയ്ക്ക് പുഷ്പനെ അറിയാമോ പാടിയാൽ നിനക്കെന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, ചേട്ടാ കടക്കൽ തിരുവാതിരയ്ക്ക് പുഷ്പനെ പാടിയാൽ എനിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അത് കണ്ടിട്ട് തന്നെ വിളിക്കുന്നത്, നീ പറ എന്താ നിന്റെ പ്രശ്നം? ഇപ്പം നല്ല തൊണ്ടവേദനയുണ്ട് ചേട്ടൻ, രാവിലെ 10 മണിക്ക് വിളിക്കാമെങ്കിൽ സംസാരിക്കാം, ഡോക്ടറാണെങ്കിൽ ഇതിന് മരുന്ന് പറഞ്ഞു തരും. അങ്ങനെയല്ല, നീ ഇതിന് മറുപടി പറ. രാവിലെ വിളിച്ചാൽ ഫോൺ എടുക്കുമോ? തിരുവാതിരയ്ക്ക് എടാ, ഈ വിളിച്ചവനോട് ദയവ് എനിക്കിപ്പോൾ സാറുമായിട്ട് എനിക്കങ്ങ് പറയാലോ, വിളിക്കുന്നവനോട്, പൊന്നുമോനെ എൻ്റെ വീട് ഈ കടക്കലിന്റെ തൊട്ടടുത്താ, നിനക്ക് അറിയുന്നില്ലെങ്കിൽ എനിക്ക് പറഞ്ഞു, എൻ്റെ വീട് കൊട്ടാരക്കരയിലാണ്. കടക്കൽ തിരുവാതിരയ്ക്കെന്നല്ല, ഓരോ ക്ഷേത്രോത്സവങ്ങൾക്കും ഈ പറയപ്പെടുന്ന രാഷ്ട്രീയ പാട്ടുകളോ വിപ്ലവ ഗാനങ്ങളോ പാടേണ്ട ആവശ്യം ഇന്നത്തെ കാലത്തില്ല. ഇതൊക്കെ ഒരു കാലത്ത് ആവശ്യമായിരുന്നു. ജനസഞ്ചയങ്ങൾക്ക് മുന്നിൽ, ജനക്കൂട്ടത്തിന് മുന്നിൽ ഒരു അടിച്ചമർത്തലും ഈ കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്ന കാലത്ത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വളരുന്ന സമയത്ത് സാംബശിവനെ പോലെയുള്ള കലാകാരന്മാർ ഇത്തരം പരിപാടികൾ അവതരിപ്പിച്ചത് എല്ലാ ആളുകളും 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നിൻ്റെ കാലത്ത് ഇതിന് തിണ്ണമെടുക്കുന്ന ഈ കടക്കൽ ഒരു പ്രശ്നമുണ്ട്. കടക്കൽ എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നത്, കണ്ണൂരിനേക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റ് വിശ്വാസമുള്ള സാധാരണക്കാരായ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള കടക്കൽ എന്ന് പറയുന്നത് കൊല്ലമാണ് സാറേ യഥാർത്ഥ, ഞാൻ പറയും കൊല്ലമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണ്. ചുവപ്പിനോട് അത്രയും പ്രേമമുള്ള കണ്ണൂരൊന്നുമല്ല, കൊല്ലമാണ്. അപ്പോൾ അതിൽ തന്നെ ഈ കടക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വലിയ ഭൂമിയാണ്. അവിടെ ഒരുപാട് നല്ല സ്ഥലം. പക്ഷെ അവിടുത്തെ കുറച്ച് നേതാക്കന്മാരുണ്ട്, അവരുടെ തിണ്ണമെടുക്കെന്ന് പറയും. അവർ പറയുന്നത് അവിടെ നടക്കത്തുള്ളൂ എന്നൊരു സാധനമാണ്. കടക്കലൊക്കെ ഭക്തിയാദരപൂർവ്വം അവിടുത്തെ ഭദ്രകാളിയുടെ തിരുമുടി എഴുന്നള്ളത്ത് നടക്കുക, എത്രയോ ആചാരപരമായ ചടങ്ങുകളുള്ള സ്ഥലമാണെന്നറിയാം ഈ കടക്കൽ. ആ കടക്കൽ ക്ഷേത്രത്തിൽ ഇങ്ങനെ പരിപാടി നടക്കുമ്പോൾ ഇന്നിൻ്റെ കാലത്ത് അലോഷി പാടിക്കോട്ടെ, പുഷ്പനെ അറിയാമോ പാടിക്കോട്ടെ, ഒന്നും പ്രശ്നമൊന്നുമില്ല, അതിനെ കലയായിട്ട് എടുക്കാം. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ DYFIയുടെയും CPIMൻ്റെ ഒക്കെ കൊടിയൊക്കെ വെച്ചിട്ട് ഉള്ളൊരു പരിപാടിയായിരുന്നു, LED വാളിൽ. അതിനെയാണ് നമ്മൾ വിമർശിച്ചത്. മറ്റൊരു ചാനലിൽ നമ്മൾ ഒരു ചർച്ചയിൽ നമ്മൾ വിമർശിച്ചത്. അതിനാണ് രാത്രി 12:30 ഞാൻ അതിൻ്റെ ഒരു റീല് കട്ട് ചെയ്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ഇട്ടപ്പോൾ അതിനകത്ത് 1000കണക്കിന് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാവരും തെറി വിളിക്കുക. എല്ലാവരും ചോദിക്കുന്നുണ്ട്, സംഘഗാനം പാടിയ നിനക്ക് കുഴപ്പമില്ലേ? സുഹൃത്തെ, ഞാൻ BJPക്കാരനല്ല. ഈ സംഘഗാനം സംഘഗാനമല്ല, സംഘികളുടെ ഗാനം, ഗണഗീതം പാടിയ ഗണഗീതം RSSോ BJPയോ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് അത് രാഷ്ട്രീയ ഗാനമാണെന്ന് പറഞ്ഞത് മാറ്റി നിർത്താം. അല്ലെങ്കിൽ അതിനകത്ത് പറയുന്നത് ഭാരതമാതാവിനെ അത് ഭാരതത്തിൽ പാടിയില്ലെങ്കിൽ പിന്നെ എവിടെയാണ് പാടേണ്ടതെന്ന് ചോദിക്കേണ്ടി വരും. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ BJPക്കാരനല്ല, CPMകാരനല്ല, ഇപ്പോൾ നിലവിൽ കോൺഗ്രസ്സുകാരനല്ല. എന്നാൽ ഇതിലെല്ലാം നമുക്ക് സുഹൃത്തുക്കളും ഇതിൻ്റെയൊക്കെ നല്ല ആശയങ്ങളെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് കാണുന്നവർ കാണുന്നത്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ ആറ്റുകാല കാര്യമാണ് പറയുന്നത്. ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാം. കമ്മ്യൂണിസത്തിൻ്റെ കൊടിയുടെ കളർ എന്താ? ചുവപ്പ്. ദേവി ഉപയോഗിക്കുന്ന പട്ടിൻ്റെ ചുവപ്പ്. ഒന്ന് ബംഗാളിൽ കംപ്ലീറ്റ് ചുവപ്പായിരുന്നു. അവിടെ കാളിയുടെ വിളയാട്ടമുള്ള സ്ഥലമാണ് എന്ന് അതിനെ അവഗണിച്ചോ അവിടെ ചുവപ്പ് കൊടി അപ്രസക്തമായി. കേരളത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ പറയണത് ഈ ചുവപ്പ് കൊടി ഉപയോഗിക്കുന്നവർ പറ്റിയെങ്കിൽ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ ചെന്ന് പൂജിച്ച് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചാൽ അതിൻ്റെതായ ഐശ്വര്യം ഉണ്ടാകും. കാര്യം എന്ന് വെച്ചാൽ ഓരോ കളറിനും ഒരു എനർജി ഉണ്ട്. ആ ചുവപ്പെന്ന് പറയുന്നത് വൈബ്രേഷൻ, ദേവിയുടെ കളറാണ്. അതാണ് ഈ ചുവപ്പ് കൊടി കാണുമ്പോൾ ആൾക്കാരിൽ വികാരം ഉണ്ടാകുന്നത്. ഇതൊന്നും കണ്ടിട്ടൊന്നുമല്ല, ഈ പാട്ടൊന്നും കേട്ടിട്ടൊന്നുമില്ല. അവർക്കൊരു ദേവിയുടെ എല്ലായിടത്തും ദേവീക്ഷേത്രങ്ങളുണ്ട്, അമ്മൻ ക്ഷേത്രങ്ങളുണ്ട്, മനസ്സിലായി? അവിടെ ഇതിൻ്റെ വികാരം വരികയാണ് ഈ ചുവപ്പ്. അതുകൊണ്ട് ഈ പറയുന്ന ആൾക്കാർ ഈ ചുവപ്പ് കൊടിയുടെ പ്രത്യേകത എന്താണ്? അതൊരു ദേവി ചൈതന്യത്തിൻ്റെ രൂപമാണ്. ആര് വെച്ചാലും
അതൊരു ദേവീ ചൈതന്യത്തിന്റെ രൂപമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് ഈ സമീപിക്കും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ക്ഷേത്രാരാധന പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയില്ല. കണ്ണൂരില്, മലബാറില്, ഈ നമ്മളിപ്പോ പറഞ്ഞ മലബാറില് തെയ്യക്കോലം കിട്ടിയെടുത്ത് എത്രയോ ബ്രാഞ്ച് സെക്രട്ടറിമാരും LC സെക്രട്ടറിമാരും ഉണ്ടെന്നേ നമുക്കറിയാവുന്നവരുണ്ട്. എൻ്റെ ക്ഷേത്രത്തില് ഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്ത് നടത്തുന്ന ഞങ്ങളുടെ ക്ഷേത്രത്തില് ഗണക സമുദായത്തിൽപ്പെട്ടവർക്കാണ് അവിടുത്തെ കാരായ്മ അവകാശം. മുടി എഴുന്നള്ളിക്കാൻ, അവിടെ പൂജ ചെയ്യാനും. അവരെല്ലാം ഇടതുപക്ഷക്കാരാ. അവർ കുടുംബത്തിലെ 99% പേരും CPM-ന്റെ പാർട്ടി മെമ്പർമാരാ. അതിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടും LC സെക്രട്ടറി ആയിട്ടും ഒക്കെ ഇരുന്ന ആള് ക്ഷേത്രത്തിൽ വന്ന് തൊഴുതില്ലെങ്കിലും ഈ പറയപ്പെടുന്ന മുടി എഴുന്നള്ളപ്പ് നടത്തുന്ന ആ സമയത്ത് പുള്ളി ഷർട്ടൂരി ഇതിനൊപ്പം ഉണ്ടാവും. അത് അവരുടെ കുടുംബത്തിന്റെ വിശ്വാസമാണ്. നമ്മൾ അടുത്ത കണ്ടത് അദ്ദേഹത്തിന്റെ സഖാവ് എന്നാണ് നമ്മളെല്ലാവരും വിളിക്കുന്നത്. ആ സഖാവ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അവരുടെയൊക്കെ മനസ്സിൽ ഭക്തി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, പക്ഷെ എന്തോ ഒരു കപട കമ്മ്യൂണിസ്റ്റ് സ്നേഹം ഞാൻ ചില ആളുകൾക്ക്. എന്തായാലും അവിടെ നിന്ന് തിരിച്ച് നമ്മള് വീണ്ടും പൊങ്കാലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം അവിടെ കിട്ടിയ എനർജിയെ പറ്റി പറഞ്ഞു. അവിടെ വരുന്ന ഭക്തജനങ്ങള് 100 കോടി പ്രാർത്ഥനകളുമായിട്ടായിരിക്കില്ലേ വരുന്നത്? തീർച്ചയായിട്ടും. അപ്പൊ ഈ പ്രാർത്ഥനാ മുഖരിതമായ ഒരു അന്തരീക്ഷമാണ്. ഇത്രയും പേരുടെയും പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഒക്കെ ഉണ്ടാവും. നെഗറ്റീവ് എടുത്തോണ്ട് പോകാൻ കുറെ പേരുണ്ട്, ബാക്കിയുള്ളവരെല്ലാം പോസിറ്റീവ്. സാർ പോസിറ്റീവ് ആയിട്ട് പോരുന്നല്ലോ. വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് അവിടെ നിന്ന് പറയാൻ വേണ്ടി? അവിടെ നിന്ന് ഒന്ന് അവിടെ ചോദിച്ച് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദിവസം കൂടുമ്പോഴും അവിടെ അതിർത്തികൾ നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പൊങ്കാലയുടെ. കാര്യം നമ്മൾ ചങ്ങനാശ്ശേരി വഴിക്കുള്ള റൂട്ടിലാണ് പോയത്. അപ്പോൾ ശരിക്കും തിരുവനന്തപുരം ജില്ലയിൽ കയറി കഴിയുമ്പോൾ തന്നെ ആറ്റുകാലമ്മയുടെ ഫോട്ടോയും വെച്ചു ആറ്റുകാൽ പൊങ്കാല ഓരോ അങ്ങോട്ട് തന്നെ ഇതുണ്ട്. അപ്പൊ ഈ അവിടെയൊക്കെ ഈ സൈഡില് കലം വെക്കാനുള്ളത്. ഇത് മാക്സിമം 21 ഇയേഴ്സിനുള്ളിൽ കേരളം കംപ്ലീറ്റ് ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം പൊങ്കാല ഇടുന്ന ഒരു കാലം വരും. ഉറപ്പായിട്ടും വരും. സംശയമില്ലാത്ത കാര്യമാണത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ഈ വനിതാ മതിലിന് പകരം, അതുകൂടി പറയാം, വനിതാ മതിലിന് പകരം പൊങ്കാല മതിൽ വരും. 2 സൈഡിൽ, ഹൈവേയുടെയും എല്ലാത്തിൻ്റെയും സൈഡിൽ ആറ്റുകാലമ്മയുടെ ആ ദിവ്യഹസ്തങ്ങൾ നീളാനായിട്ട് വലിയ സമയമൊന്നും വേണ്ട. അതെല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദം മാറ്റിവെച്ചിട്ട് ആ എനർജിയെ കണ്ടറിയുക. കാര്യം നമ്മൾ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ പ്രകാശ സംശ്ലേഷണം അത് ഇതൊക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ പല കാര്യങ്ങളും വലിയ കൂട്ടായ്മയല്ലേ. ഇത്രയും പേര് ഒരുമിച്ച് കൂടുന്നു, പ്രാർത്ഥിക്കുന്നു, അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. അവിടെ ഈ അമ്മയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നു എന്ന് പറയുന്ന ധ്യാനങ്ങൾ കൊണ്ട് അവിടെ പ്രസാദം ഊട്ടുന്നു. ഇത് ആ ഒരു വൈബ്രേഷൻ ഇങ്ങനെ മുഴുവൻ ഏരിയയിലേക്കും സ്പ്രെഡ് ആവുകയാണ് പല വഴിയിലും. വേറൊന്നുണ്ട്, അവിടെ ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം വാഴയില വിറ്റും കൊതുമ്പ് വിറ്റും കലം വിറ്റും എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നു. ഒരു 10 ലക്ഷം കലങ്ങളെങ്കിലും അവിടെ വിറ്റുപോയി കാണുകയല്ലേ. അപ്പൊ അവിടെ മിനിമം 10 ലക്ഷം മൺപാത്രങ്ങൾ അവിടെ വിൽക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 10 ലക്ഷം അടുപ്പുകൾക്ക് മിനിമം 3 ഇഷ്ടിക, 30 ലക്ഷം ഇഷ്ടിക. ഈ ചിലർ 51 പാത്രം 101 പാത്രം പൊങ്കാല ഇടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ ആൾക്കാർ 6 അടുപ്പുകൾ കൂട്ടിയിട്ട് എന്ന് പറഞ്ഞാൽ കുറേശ്ശെ ഓരോ പിടി, അത് വഴിപാടാണെന്ന് അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും പാത്രങ്ങൾ, അപ്പോൾ എത്ര ലക്ഷം പാത്രങ്ങൾ അവിടെ വിൽക്കുന്നത്. ഇതൊക്കെ സാധാരണക്കാരനാണ് അല്ലേ. അംബാനിയോ അദാനിയോ ടാറ്റായോ ബിർളയോ കൊണ്ടൊന്നും ഇഷ്ടികയോ അല്ലെങ്കിൽ ഇതൊന്നും വിൽക്കുന്നില്ലല്ലോ. അവിടെ വെള്ളം സപ്ലൈ ചെയ്യുന്നവർ, ഇതിന്റെ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നവർ, പരസ്യ ബോർഡ് പ്രിന്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ഡിസൈനർമാർ, മൈക്ക് ആൻഡ് സൗണ്ട്, 100 കണക്കിന് ജനങ്ങള് ഇതിന്റെ ഈ പബ്ലിസിറ്റി പരിപാടികൾ നമ്മൾ പറഞ്ഞു. പിന്നീടാണ് ഈ പറയുന്ന അരി വിൽക്കുന്നവർ, വസ്ത്രം വിൽക്കുന്നവർ. കേരളത്തിൽ എവിടെയൊക്കെ ഈ സെറ്റ് സാരിക്ക് വലിയ കച്ചവടം നടക്കുമെന്ന് അറിയാമോ? ഈ കച്ചവടം നടക്കുമ്പോൾ അവിടുത്തെ ജീവനക്കാർ, ഇത് നെയ്യുന്നവര്, മില്ലിലെ തൊഴിലാളികൾ, അങ്ങനെ പോകരുത്. ഇത് വലിയ മണി സർക്കുലേഷൻ. എല്ലാ ഉത്സവങ്ങളും അങ്ങനെ തന്നെയാണ്. ഇത് അതിനുമപ്പുറത്തേക്ക് സ്ത്രീകളുടെ ശബരിമല എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സ്ത്രീകളുടെ അല്ല, സ്ത്രീ രത്നങ്ങളുടെ ശബരിമല എന്ന് വേണം പറയാനായിട്ട്. സ്ത്രീ രത്നങ്ങളുടെ ശബരിമലയാണത്. അപ്പോൾ എന്തായാലും മനോഹരമായ ആചാരങ്ങളും ആചാരങ്ങളിലും വിശ്വാസങ്ങളും ഒക്കെ അടികുറിച്ച് തന്നെയാണ് നമ്മുടെ ഭാരതം തന്നെ മുന്നോട്ടുള്ള. ജാതിയോ മതമോ ഒന്നും നോക്കാതെ എത്രയോ പേര് അവിടെ എത്തുന്നു. ഇപ്പോൾ എടപ്പള്ളി പള്ളി പെരുന്നാൾ വരുമ്പോൾ സാറ് പോകാറില്ലേ? ഞാൻ പോകും. ഞാൻ മുസ്ലിം ഇസ്ലാം എല്ലായിടത്തും. അതാണ് കേരളത്തിന്റെ ഒരു വലിയ സന്തോഷവും സ്നേഹവും. അത് വേറൊന്ന് പറയട്ടെ, ഞാനത് സ്റ്റാറ്റസിൽ ഇട്ടിരുന്നു. ഞാനിങ്ങനെ അബാക് മീഡിയയുടെ പ്രേക്ഷകയാണ്. അപ്പോൾ ഞാൻ തിരുവണ്ണാമലയിൽ പോകുന്ന ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ അവരെനിക്ക് 1001 രൂപ, അവർ ഇപ്പോൾ നോമ്പെടുക്കുന്ന മുസ്ലിം വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഇത് അയച്ചു തരുന്നത്? അതല്ല, ഒരു നല്ല കാര്യത്തിന് പോകുമല്ലേ, ഞാൻ നോമ്പെടുക്കൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സക്കാത്തായിട്ട് കൂട്ടാമെന്ന് പറഞ്ഞു. അവർക്കാ ഇത് തോന്നിയിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ ഇതുമൊക്കെ കണ്ടിട്ട് അബാക്കിൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ് അവർ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട്. കുറേ അധികം ആൾക്കാർ ഈ
അവിടെ നാനാജാതി മതസ്ഥർ അവിടെ പൊങ്കാലയിടുന്നുണ്ട്. അത് അവർക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ കൊണ്ടെങ്കിലും അവിടെ പൊങ്കാലയിടും. അല്ല, നമ്മൾ ഈ പറയുന്ന ഒന്നും മതമോ ഒന്നും അല്ല, ഒന്നുമില്ല. ദൈവത്തിന് ജാതി മതം ഇല്ല. അവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഇസ്ലാം മത വിശ്വാസികൾ ഈ നോമ്പ് കാലത്ത് പള്ളികളുടെ ഗേറ്റുകൾ തുറന്നിരിക്കുക. അവിടെ പോലീസുകാർക്ക് വിശ്രമിക്കാൻ സ്ഥലം കൊടുത്തിരിക്കുന്നു, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അതിലെ ഡ്രൈവർമാർക്ക് റെസ്റ്റ് എടുക്കാൻ സ്ഥലം കൊടുത്തിരിക്കുന്നു. അവരുടെ പള്ളി പിന്നെ പ്രാർത്ഥനാ ഹാള് ഇവർക്കൊപ്പം വരുന്ന പുരുഷർക്ക്, അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തതുകൊണ്ട് പുരുഷന്മാരായിട്ടുള്ളവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി തുറന്നു. ക്രൈസ്തവ മതങ്ങളുടെ ആരാധനാലയങ്ങളെല്ലാം ഇത്തരത്തിൽ തുറന്നു. പൊങ്കാല ഇടാൻ ചെല്ലുമ്പോൾ എനിക്ക് മോസ്കിന് മുന്നിലാണ് സ്ഥലം കിട്ടിയതെന്നോ അല്ലെങ്കിൽ ചർച്ചിന് മുന്നിലാണ് സ്ഥലം കിട്ടിയതോ അതുകൊണ്ട് ഞാൻ ഇടില്ല എന്ന് പറഞ്ഞ് അവിടെ ഇടുകയാണ്. ആ ഈശ്വര സങ്കല്പം ഏതാണോ ആ ഈശ്വര സങ്കല്പത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവിടെ പൊങ്കാല അർപ്പിച്ചിട്ട് മടങ്ങി പോകുന്ന ഒരു വലിയ സംസ്കാരം. അത് പാളയം പള്ളിയുടെ മുമ്പിൽ, പാളയം ചർച്ചിന്റെ മുമ്പിൽ, ഇപ്പുറത്ത് ശക്തി വിനായക, അവിടെ എല്ലാം ഇത് ഇടുന്നുണ്ട്. അവിടെ ഒന്നും റെസ്ട്രിക്ഷൻ ഇല്ല. നമ്മൾ കുറെ ആൾക്കാർ ഇങ്ങനെ ഇത് ചെയ്തിട്ട് ജാതി മതം ഇതായിട്ട്, ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിക്ക് ജാതിയും മതവും ഇല്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് പക്ഷേ അത് മനസ്സിലാക്കാൻ മനുഷ്യന് കുറച്ച് ബുദ്ധിയും വിവേകവും ഒക്കെ ഉണ്ടായി വരണം. അതിനുള്ളൊരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം വരട്ടെ. എല്ലാം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.